ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റ് അവതരണത്തിനായി കാതോർക്കുകയാണ് ഏവരും. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ക്ഷേമ പെൻഷൻ കൂട്ടിയേക്കും, വയനാടിനും അതുപോലെ തന്നെ വിഴിഞ്ഞത്തിനുമൊക്കെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കും എന്നൊക്കെയാണ് സൂചനകൾ വരുന്നത്. നമുക്ക് വയനാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ മുണ്ടക്കൈ ദുരന്തബാധിതരുടെ ബജറ്റ് പ്രതീക്ഷകളെ കുറിച്ച് സംസാരിക്കാനായിട്ട് അനീസ് അലിയാണ് ചേരുന്നത്. അനീസ, കേന്ദ്ര ബജറ്റിൽ വയനാടിന് പ്രത്യേക പരിഗണനയുണ്ടാകുമെന്ന് കരുതി, പക്ഷേ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ സർക്കാരിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി കടമ്പ എന്ന് പറയുന്നത് മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസം തന്നെയാണ്. അതുമായുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ദുരന്തബാധിതർ എത്രത്തോളം പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് സംസ്ഥാന ബജറ്റിൽ? ദിവ്യ, ഇന്നിപ്പോൾ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം 6 മാസം അവരുടെ ദുരന്തം കഴിഞ്ഞ്, ഈ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് 6 മാസം പിന്നിടുകയാണ്. ആ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം വലിയ പ്രതീക്ഷയോടുകൂടി ആളുകൾ കാത്തിരുന്നതാണ്. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ പ്രതീക്ഷകളും ഈ ബജറ്റിൽ തന്നെയാണ്. മുണ്ടക്കൈ പുനരധിവാസം എവിടെയും എത്തിയിട്ടില്ല. ഈ ആളുകൾ 6 മാസമായി ഇപ്പോൾ ബന്ധു വീടുകളിലും വാടക വീടുകളിലൊക്കെയാണ് കഴിയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല സൗകര്യത്തിൽ ജീവിച്ച ആളുകളാണ്. അവർക്ക് വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും പൂർണ്ണമായും പുനരധിവാസം എവിടെയും എത്താത്ത സാഹചര്യമാണുള്ളത്. 1200 കോടിയോളം രൂപ ഒരൊറ്റ ദിവസം കൃഷിയായും വ്യാപാര സ്ഥാപനങ്ങളുടെ തകർച്ചയായും നഷ്ടപ്പെട്ടു എന്നാണ് സർക്കാരിന്റെ തന്നെ കണക്കുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ടൗൺഷിപ്പ് പദ്ധതിക്ക് 750 കോടി രൂപ ആവശ്യമാണ് എന്ന് സർക്കാർ കണക്കാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ കടങ്ങൾ എഴുതി തള്ളുക, പല ആളുകൾക്കും വലിയ തോതിൽ കടങ്ങളുള്ള ആളുകളാണ്. ഈ കടങ്ങൾ 24 കോടി രൂപയാണ് ആകെ ഈ മനുഷ്യരുടെ കടം എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ, നിരവധി കോടികൾ, അനിവാര്യമായ ആവശ്യങ്ങൾ തന്നെ ഇവർക്കുണ്ട്. നിത്യവൃത്തിക്ക് തന്നെയും വകയില്ലാതെ കഴിയുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് തന്നെ ഇവർ വലിയ തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നു. അവർക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ രൂപത്തിൽ അസുഖമുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ വലിയ പ്രയാസത്തിലാണ്. ഇപ്പോൾ ദുരന്തം കഴിഞ്ഞിട്ട് 6 മാസം പിന്നിടുകയാണ്. എന്താണ് നിലവിലൊരു സാഹചര്യം? എന്തൊക്കെയാണ് ഇന്നിപ്പോൾ ബജറ്റ് പ്രഖ്യാപനത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ്? എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവർ കുറച്ച് അരിയും സാധനവും തന്നുകൊണ്ടൊന്നും ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോകില്ല. പേരക്കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പ്രായമായവരാണ്. ഞങ്ങൾക്ക് ജോലിയില്ല. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട് സ്ഥലം ആകണം. ഞങ്ങൾ പറയുന്ന അതാണ്. ഞങ്ങളെ സ്വർണ്ണങ്ങൾ കുറേ ബാങ്കിലുണ്ട്, അത് ഞങ്ങൾക്ക് എഴുതി തള്ളണം. അങ്ങനെ ലോണുകളായിട്ടും പല കാര്യങ്ങളായിട്ടും പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ട്. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ ബജറ്റ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷകൾ സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള? എനിക്ക് പിന്നെ വീടൊന്നുമില്ല. വീടിന് ഞാൻ കുറേ അപേക്ഷ കൊടുത്തതാണ്. ഞാൻ ചെറിയ മോളെ കൂടെയായിരുന്നു. അവർ അവിടെ നിന്നൊക്കെ മാറി താമസിച്ചപ്പോൾ എനിക്ക് കോട്ടേഴ്സ് തന്നതാണ്. അങ്ങനെ വന്നതാണ്. പിന്നെ എനിക്കാണെങ്കിൽ സുഖമല്ല. എനിക്ക് 76 വയസ്സായി. എനിക്ക് സുഖമല്ല. ഷുഗറും പിന്നെ പ്രഷറും കൊളസ്ട്രോളൊക്കെയാണ്. കാലിലൊക്കെ നീര്. ഞാൻ ആശുപത്രിയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ളൂ ആശുപത്രിയിൽ നിന്ന്. ഇപ്പോൾ എന്താണ് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപിക്കുകയാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷകൾ? ഇപ്പോൾ 6 മാസമായിട്ട് ഈ ക്വാർട്ടേഴ്സിൽ തന്നെയാണ് കഴിയുന്നത്. വാടക കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് എന്താന്ന് പറഞ്ഞാൽ വീട് വേണം. നമ്മൾ സുഖമില്ലാത്ത ആളാണ്. ഷുഗറും പ്രഷറും എല്ലാം ഉള്ളതാണ്. ഇത്രയായിട്ടൊരു വീടിൻ്റെ ഒരു ഇതൊന്നും കണ്ടിട്ടില്ല. നമുക്ക് വീട് വേണം. പിന്നെ അതേപോലെ തന്നെ ലോണ് തള്ളിപ്പോണം. പണ്ടങ്ങൾ വെച്ചിട്ടുണ്ട്, അതും തള്ളിപ്പോണം. നമുക്ക് അതാണ് നിർബന്ധമായിട്ടുള്ള വേണ്ടത്. തീർച്ചയായും ആളുകളെ വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് ഈ കടബാധ്യതകൾ തന്നെയാണ്. 24 കോടിയോളം രൂപയുടെ കടം ഈ മനുഷ്യർക്കുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ടൗൺഷിപ്പ് പ്രഖ്യാപനം. ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ 750 കോടി രൂപ ടൗൺഷിപ്പിന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ടൗൺഷിപ്പ് അല്ലാതെ അതിന് പുറത്ത് താമസിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാടക നിലവിൽ ഇപ്പോൾ സർക്കാരിൻ്റെ 6000 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് എപ്പോൾ മുടങ്ങും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതൊരു മതിയായ തുകയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഏതായാലും 3 ഗ്രാമങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി, പൂർണ്ണമായും നശിച്ചു. ആ ഒരൊറ്റ ദിവസം കൊണ്ട് സർക്കാരിന്റെ കണക്ക് പ്രകാരം 1200 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ്. കൃഷിയായും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളായും ഇങ്ങനെ ഇവരുടെ ജീവിതം പുനർനിർമ്മിക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന സർക്കാരിന്റെ മാത്രമല്ല, കേന്ദ്രത്തിന്റെ കൂടി ഉത്തരവാദിത്തമായിരുന്നു. കേന്ദ്രം പക്ഷേ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്രം ഈ മനുഷ്യരെ കാണാത്ത ഭാവം നടിച്ചിരിക്കുന്നു. അതിതീവ്ര
ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും അതിനൊത്ത ഒരു സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു പ്രഖ്യാപനങ്ങളോ കേന്ദ്രത്തിന്റെ ബജറ്റിലും ഉണ്ടായിട്ടില്ല, മറ്റേതെങ്കിലും തരത്തിൽ പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി ഇവിടെ വന്നുപോയി എന്നതൊഴിച്ചാൽ ഈ മനുഷ്യർക്ക് ആശ്വാസകരമായ, അവർക്ക് പ്രധാനമന്ത്രി സ്ഥലത്തുണ്ടായിരിക്കെ നൽകിയ വാഗ്ദാനങ്ങൾ പോലും ഒന്നുപോലും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സംസ്ഥാനം പ്രഖ്യാപിക്കുന്ന ബജറ്റിലാണ്, ധനമന്ത്രി പ്രഖ്യാപിക്കുന്ന ബജറ്റിലാണ് എല്ലാവിധ പ്രതീക്ഷകളും ഇവർ ചേർത്ത് കെട്ടിയിരിക്കുന്നത്. എന്തായാലും അവർക്ക് അവരുടെ പ്രതീക്ഷകൾ പൂവണിയും എന്ന് തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിത്യവൃത്തിക്ക് തന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ. ഇപ്പൊ എന്താണ് ഇവിടുത്തെ ഒരു ചേച്ചി എന്തോ നെടുമ്പാല എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. നെടുമ്പാല എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പറയാണ്, ടൗൺഷിപ്പ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തൊഴിലാളിക്ക് ജോലി ഉണ്ടാകില്ല, ഞങ്ങൾ എവിടെ പോകും, എങ്ങനെ ജീവിക്കും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളതായിട്ട് ഞങ്ങളുടെ വീടും സ്ഥലങ്ങളിൽ കംപ്ലീറ്റ് എല്ലാം പോയതാണ്. ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല, ജീവിക്കാനുള്ള യാതൊരു മാർഗ്ഗമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു താമസിക്കാനുള്ള വീട് ഒന്ന് ശരിയാക്കി തരാനും അതുപോലെ തന്നെ ലോണുകൾ ഒന്ന് എഴുതി തരാനും വേണ്ടി എന്തെങ്കിലും ഗവൺമെൻറ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥന. അതുപോലെ ജീവിക്കാൻ യാതൊരു മാർഗ്ഗമില്ല. നിത്യദിന ഞങ്ങൾ എനിക്ക് 70 വയസ്സായാണ്. ഈ ജീവിക്കാനുള്ള മാർഗം പണിയെടുത്താണോ അങ്ങനെ ജീവിക്കാനുള്ള യാതൊരു നിവൃത്തിയില്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരു ഇത് ചെയ്തു തരണം എന്നുള്ളതാണ്. ദിവ്യ, ഇത് തന്നെയാണ് ഇപ്പൊ എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് നിത്യവൃത്തിക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ ഒരു അനിവാര്യ ആവശ്യം വയനാടിന് തന്നെയായിരിക്കും. വയനാട്ടിലെ ദുരന്തബാധിതരെ കൈപിടിച്ചുയർത്താനുള്ള പ്രത്യേക പാക്കേജ് പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അതിന്റെ സൂചനകൾ ധനമന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടായതുമാണ്.